ഹലോ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് സബ്ജക്റ്റ്. റോബിൻ രാധാകൃഷ്ണൻ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? പേളി മാണിക്ക്. ഞാൻ യാദൃച്ഛിക കണ്ടതാണ്. ഞാൻ കയറി നോക്കുമ്പം ഇവൻ എന്തിൻ്റെയോ ഒരു ബ്രാൻഡ് അംബാസഡർ ആണെന്ന് പറയുന്നുണ്ട്. ഇവ പറയുന്ന മുഴുക്ക കിളിപോയ വർത്തമാനമാണ്. ആകെ മൊത്തം കൺഫ്യൂഷൻ. ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഓൻ്റെ റീൽസൊക്കെ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ബഹളമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബഹളം. ഇതിൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം, നീറ്റ് പേപ്പർ ലീക്ക്, കർണാടക പേപ്പർ ലീക്ക്, പഞ്ചാബ് പേപ്പർ ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ വന്നൊരു സാധനം എടുത്തു വെച്ചപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ല, ബുദ്ധിയില്ലായ്മ ഒരു കുറ്റമൊന്നുമില്ല, അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മളിതിൻ്റെ ഒന്നും ഒരു വിശാലമായ സാധനമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. താഴെ കൊടുത്തിട്ടുണ്ട്: മധു ബംഗാരപ്പ, മിനിസ്റ്റർ ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഗവൺമെൻറ് ഓഫ് കർണാടക. ഇപ്പുറത്തും ഗവൺമെൻറ് ഓഫ് പഞ്ചാബ് എന്ന് എഴുതിയിരിക്കും, ഇപ്പുറത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇങ്ങേരാണ് റെസ്പോൺസിബിൾ, ഇങ്ങേരാണ് അതിൻ്റെ ശരിയായ ഉത്തരവാദി എന്നുള്ളതാണ്. മാത്രമല്ല, ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, കൊച്ചിറങ്ങ എടാ, ഈ 3 പേരെയും പിരിത്തുവിടണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ച് നടക്കത്തില്ലേ? ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങി പോയാലേ പറ്റുള്ളൂ. അതെന്താ ഒരു വ്യത്യാസം വരാതിരിക്കുന്നേ? എവിടെ ഇതുപോലുള്ള കൈക്കൂലി സംഗതികൾ കണ്ടെത്തി കഴിഞ്ഞാലും അതിനെതിരെ ശക്തമായി നിലകൊള്ളുക എന്നാണ്. നിങ്ങളൊക്കെ അധികാരത്തിൽ വന്നാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. ഒരു വലിയ ഒരു ക്രൈമിന് അഗൻസ്റ്റ് ആയിട്ട് ഇത്രയധികം കുട്ടികൾ ഒന്നടങ്കം വന്നു. പേടിച്ചാണ് ഇയാൾ ഇത് പറഞ്ഞത്. എന്തെന്നറിയാമോ? കർഷകരിൽ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, സിക്കന്മാരെല്ലാവരും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അവന്മാരൊന്നും ഒരു രക്ഷയില്ല. കാളയും പോത്തിനെയും കൊണ്ട് വരുന്നുണ്ട്. ഈ വാട്ടർ കണ്ടും മറ്റതും മറിച്ചതും കൊണ്ട് കാളയും പോത്തിനെ എതിർക്കാൻ ഒക്കത്തില്ലല്ലോ. അതുങ്ങളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ കാളയെ കൊണ്ടുവരികയാണ്. ഗോമാതാക്ക് ബച്ചാവോന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അടുത്ത ടീമുകൾ ഇറങ്ങും. ഇവർ ഗോ രക്ഷകരല്ലേ. അപ്പോൾ ഗോക്കളെയും കൊണ്ടുവന്ന് ഈ സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കർഷകർ ഇറങ്ങി പുറപ്പെട്ടപ്പോഴത്തേക്കാണ് പണി പാലും വെള്ളത്തിൽ കിട്ടിയിട്ട് ഈ ഒരു കാര്യം തീരുമാനമായെന്ന് ആർക്കൊക്കെ മനസ്സിലായി. CJP പറയണത് CJP ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കർഷകരെ പേടിച്ചിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. അവരവിടുന്ന് പുറപ്പെട്ട് വരുന്ന റീലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എനിവേ, ഇവർ റോട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്. അതൊന്ന് കാണാൻ കേട്ടോ. ചെറുക്കം ഇങ്ങനെ കിടന്ന് നീ കയറ് പൊട്ടിക്കണത്, തൊണ്ട വലിഞ്ഞു കീറി, നീ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് ചെയ്യും? എന്തിനാണ് ചെറുക്ക? നിനക്ക് എന്തു പറ്റി? നിനക്ക് എന്തു വെച്ചേ? ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻസ്. ഓക്കെ, വാട്ട് അബൌട്ട് പഞ്ചാബ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? ഹലോ CJP. പഞ്ചാബികളാണ് നാട്ട ആൻഡ് സോ കോൾഡ് എഡ്യൂക്കേഷനിലൂടെ CJP ഒന്നും അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയല്ലടാ. അവരെടുത്ത് കാര്യം ചോദിച്ചാൽ അവരെന്ത് ചെയ്യുമെന്നാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. റിഫോർമേഷനും കൂടെ ഉണ്ട്, അതിലേക്കൊന്നും അവർ വന്നിട്ടില്ല. ഇനി മറ്റേ പുള്ളി അതിനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം കിട്ടും. ഇനി അടുത്ത കോമഡിയാണ്: ആർ യു ഗോയിങ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റിസർവേഷൻ സിസ്റ്റം? നീ ഡാക്ടർ തന്നെയാണോ രാധു? അല്ല, പോടെ റോബു, ജി ഡാക്ടറാ? റിസർവേഷൻ സിസ്റ്റം എന്താണെന്ന് പോലും അറിയാത്ത വാഴ ഉണ്ടംപൊരി വേണ്ട. അല്ലെങ്കിൽ എന്തിനാ വെറുതെ? വി നീഡ് ആൻ ആൻസർ, അതർവൈസ് ദ ഗവൺമെന്റ് നീഡ് ടു ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ അഗേൻസ്റ്റ് യു പീപ്പിൾ അണ്ടർ വൺ സൈഡ് ആന്റി നാഷണൽ ലോസ്. റിസർവേഷൻ ആന്റി നാഷണൽ? ഞാനിതൊക്കെ പറഞ്ഞാൽ പിന്നെ സച്ചാർ കമ്മീഷൻ തൊട്ട് ഇങ്ങേയറ്റമുള്ള സംഗതികളൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ബോധവും വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആഴകളെടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു 936 കാലഘട്ടം വരെ ഇവിടെ ഉച്ചനീചത്വം നിലനിന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും. അതുകൊണ്ട് റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോലും ഉണ്ടായിരുന്നു കരകക്കാരൻ എന്ന് പറഞ്ഞാൽ തൂത്തുവാരുക, പൂ കെട്ടുക, ഇങ്ങനെയുള്ള എടുപിടി വേല ചെയ്യുന്നതിന് കഴകക്കാരൻ എന്ന് പറയണം. അമ്പലത്തിലെ കഴകക്കാരൻ്റെ നിയമനത്തിന് പോലും ഒരു ഈഴവനെ നിയമിച്ചതിന് വഴക്കുണ്ടാക്കിയ ഒരു കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. ഈ അമ്പലം എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടേ അമ്പലങ്ങളിലാണ് നമ്മളുടെ അത്യാവശ്യമുള്ള സ്വത്ത് വകകൾ ചേർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ പടയോട്ടം നയിച്ചു വരുന്ന മറ്റ് രാജാക്കന്മാർ ആദ്യം അമ്പലം കുത്തിപ്പൊളിക്കുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ അസറ്റ്സ് ഒക്കെ വയ്ക്കുന്നത്. ഇപ്പോൾ പത്മനാഭപുരം സ്വാമി ക്ഷേത്രത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ സംഗതികളുള്ളത്. ഏറ്റവും പണക്കാരായിട്ടുള്ള ഒരു വിഭാഗം ക്ഷേത്രത്തിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വൈരങ്ങൾ, അങ്ങനെയുള്ള അത്രയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. B നിലവറയെ C നിലവറയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അമ്മാതിരി സാധനം അതിനകത്തുണ്ടെന്നാണ് അറിവ്. അപ്പോൾ ക്ഷേത്രങ്ങൾ അതാണ്. ആ ക്ഷേത്രങ്ങളിൽ പോലും ഈ ഉച്ചനീചത്വം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ കഴകക്കാരൻ്റെ നിയമത്തിൽ പോലും ഈ ഒരു വേർതിരിവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്ത് എൻ്റെ പൊട്ടൻ റോബിൻ ചെറുക്ക, നീ എന്തൊക്കെയാണ് ഈ തള്ളി മറിയുന്നത്? നിനക്കിപ്പോൾ റിസർവേഷൻ നിർത്തലാക്കണോ? എന്നിട്ട്
റിസർവേഷൻ്റെ മാനദണ്ഡം എന്താണെന്ന് അറിയാമോ? നീ റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ പോയി പറയണം ഞാൻ OBC കാറ്റഗറിയാണ് എനിക്കിത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഉണ്ടംപൊരി തരത്തില്ല. നിന്റെ എബിലിറ്റി നോക്കും. നീ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിന്റെ മെറിറ്റ് എന്താണെന്ന് നോക്കും, നിന്റെ മാർക്ക് നോക്കും. നിന്റെ മാർക്ക് എലിജിബിലിറ്റി ആണെങ്കിൽ അത് റിസർവേഷൻ്റെ ബേസ് ചെയ്ത് നിനക്കൊരു പ്രിയോറിറ്റി കിട്ടും എന്നതിനപ്പുറം നിനക്ക് മാർക്കില്ലെങ്കിൽ നിന്നെ അവിടെ റിസർവേഷൻ എടുത്ത് പൊക്കിക്കൊണ്ട് വെക്കൂല. ഇപ്പം റിസർവേഷനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ 10% ഉന്നത കുലജാതരായിട്ട് ആ ഒരു ഗതികേടാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉന്നത കുലജാതർക്ക് 10% റിസർവേഷൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ഓർക്കണം. അതിൽ വന്ന ആൾക്കാരുടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എടുത്തു നോക്കുക, ഏറ്റവും താഴെക്കടയിലാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ്. അപ്പം ഇവർക്ക് റിസർവേഷൻ കൊടുത്താൽ പോലും അവർക്ക് അതിനകത്തേക്ക് കയറാനുള്ള എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് കൂലിപ്പണിക്ക് പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ വ്യത്യാസം? ഇന്ത്യൻ പൗരനല്ലേ? റിസർവേഷൻ എടുത്ത് കളയണമെങ്കിൽ നീ ബ്രാഹ്മണന്മാരെ കൂലിപ്പണിക്ക് ഇറക്ക്, പറമ്പ് കളയ്ക്കാൻ ഒരു ബ്രാഹ്മണനെ കൊണ്ടിറക്ക്, എന്നിട്ട് നീ അത് വീഡിയോ എടുത്തിട്. എന്നാ റിസർവേഷൻ വേണ്ടെന്ന് പറയാൻ നിൻ്റെ ഒപ്പം സമരത്തിന് ഞാനും ഉണ്ട്. ഉണ്ടാ ഏതെങ്കിലും അഗ്രഹാരങ്ങളിൽ നിന്നുള്ള പെണ്ണുങ്ങൾ ഇതുപോലെ വന്നിട്ട് വീട്ടുവേലയ്ക്ക് വരുന്നുണ്ടോ? അഗ്രഹാരത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ വീട്ടുവേലയ്ക്ക് കിട്ടുമോ? ബാക്കി ഒരു കാസ്റ്റിന് അങ്ങനത്തെ ഒരു ട്രബിളിൽ എല്ലാ മതവിശ്വാസത്തിലുള്ളവരും പോകുന്നുണ്ട്. അഗ്രഹാരത്തിലെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? അതുമല്ല, ബ്രാഹ്മണന്മാർ സ്പെഷ്യൽ കാറ്റഗറി ആണ് എന്ന് ഹൈക്കോടതിയിലേക്ക് അഫിഡവിറ്റ് കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ അവരാണ് ഈ ഉച്ചനീചത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇനി ഇതെല്ലാം പോയിട്ട് നമ്മൾ പറയാൻ വന്ന വിഷയം ഇതൊന്നുമില്ല. ഇതൊക്കെ ആഗോള പ്രശ്നമാണ്. ഇതൊക്കെ പറയാൻ പോയ ചക്കന് മനസ്സിലാവുകയൊന്നുമില്ല. അവൻ അവിടെ നിന്ന് തിരുപ്പലും ചിക്കിലി കിട്ടിയതും വെച്ചിട്ട് ഇരുന്നുകൊണ്ട് കാണാ പറയുന്നതാണ്. പുള്ളിക്കാരൻ്റെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. Everyone is entitled to their own opinion and that is completely okay. ഇംഗ്ലീഷിൽ എനിക്ക് പരിജ്ഞാന കുറവുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായത് എല്ലാം കൊണ്ട് ഓക്കെ ആണെന്നാണ്. ഓക്കെ, ഡോണ്ട് ലെറ്റ് ഡിഫറിങ് വ്യൂസ് ഷേക്ക് യുവർ കോൺഫിഡൻസ്. എല്ലാം ഇംഗ്ലീഷാണല്ലോ. നിൻ്റെ കോൺഫിഡൻസ് ഷേക്ക് ചെയ്യരുത് എന്നും കണ്ടല്ലേ പറയുന്നത്. കോൺഫിഡൻസ് ഷേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പേളി, സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ്. അത് കറക്റ്റ് പോയിൻ്റാണ്. സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ്. നീ നിന്നോട് തന്നെ ട്രൂ ആയിരിക്കുകയാണ്. നീ അത് അവൾക്ക് ഒരു 10 തൊട്ട് എംപോസിഷൻ എഴുതാൻ പറഞ്ഞ് അങ്ങോട്ട് പോടും. എന്നിട്ട് അവളിരുന്ന് എഴുതി പഠിക്കട്ടെ. അവക്കട്ടെ എങ്കിലും ഒരു തിരിപ്പിലും ട്രൂ ആയിട്ടിരിക്കട്ടെ. വെറും കള്ളി, സെൽഫിഷ് വെറും കള്ളിയാണ് അവളെന്നുള്ളതിൻ്റെ തെളിവാണ് അവൾ ഈ ഒരു തടുമാറ്റം, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ. എടാ പൊട്ടൻ കൊണാപ്പ, ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായേക്കുന്നത് ഈ പറയുന്നത് ഈ കേരളത്തിൽ BJPക്ക് സപ്പോർട്ട് പറഞ്ഞ ഒരു രീതിയിൽ അക്സെപ്റ്റൻസും കിട്ടത്തില്ല. വലിയ സംഖ്യയുടെ മോള് പോരാ അവിടെ ഇരുന്നുകൊണ്ട് ബിസ്മയെ കൊച്ചു വരെ ബിസ്മിപ്പിച്ച് നമ്മളെ തിരിച്ചു പറഞ്ഞിട്ട്. അതും പോരാണ്ട് ഇതിനെക്കാട്ടിയും വലിയ ഭയങ്കര ചങ്കിയാണ്. രാവിലെ എഴുന്നേറ്റ് ഓംബ്ര എന്ന് പറയുന്ന ഒരു കാറ്റഗറി ലെവലിലുള്ള ആളാണ് സുരേഷ് അണ്ണൻ. അണ്ണൻ്റെ മോൻ വരെ പറഞ്ഞു ഇത് ശരിയെന്ന്, നടപടിയല്ല എന്ന്. അവർക്കൊക്കെ ബോധം തിരിച്ചറിവുണ്ടായിട്ട് പഠിപ്പും പൗരം ഉണ്ടെന്ന് പറയണ അനക്കുണ്ടാവാത്തത് കഷ്ടം തന്നെ. എന്തിനോ കീപ് യുവർ ഹെൽഡ് ഹൈ. തല ഉയർത്തി പിടിക്കാനല്ലേ പറഞ്ഞത്? ആണല്ലോ. ആൻഡ് കണ്ടിന്യൂ ബീയിങ് ദ കൈൻഡ്. തല ഉയർത്തിപ്പിടിച്ച് നടന്നാലേ ചിലയിടത്തങ്ങളിലൊക്കെ ഇത് മുട്ടൂടാ. വാതിൽ ചെറുതാണെങ്കിൽ കുനിഞ്ഞല്ലേ പറ്റുള്ളൂ. നീ കുനിയാനും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം അവൾക്ക്. അവളങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ജെന്യുവൻ പേഴ്സൺ യു ആർ. ഭയങ്കര ജെന്യുവിനിറ്റിയാണ്. ദോസ് ഹൂ ട്രൂലി നോ യുവർ ഹാർട്ട് വിൽ ഓൾവേസ് വാല്യൂ ആൻഡ് റെസ്പെക്റ്റ് യു. അവളുടെ ഹൃദയം അടുത്തറിഞ്ഞവർ അവളെ വാല്യൂ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ചെയ്യും. അവളുടെ 2 കുട്ടികളും അവളുടെ ഹസ്ബൻഡും അവളുടെ വീടിനകത്തുള്ള കുറേ എണ്ണവും. വേറെ പുറത്തുള്ളവർക്കൊക്കെ അവളെ കാര്യം പിടികിട്ടി. ഓളെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൂ കേട്ടോ. ബെറ്റർ ഡേയ്സ് ആർ എഹെഡ്. നല്ല സമയങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇനി നന്മ അവൾക്ക് എന്ത് വരായിരിക്കുന്നു? അവളെ എടുത്തില്ല, സിനിമയിലെടുത്തവളെ. കീപ് സ്മൈലിങ് ആൻഡ് സ്റ്റേ സ്ട്രോങ്. ചിരിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക. ചിരിച്ച സ്ട്രോങ്നെസ് വരുമെങ്കിൽ ഞാനും ഒന്ന് ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും സ്ട്രോങ് ആവില്ലടാ. സ്ട്രോങ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ മോഡൽ വരണം. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആരെങ്കിലും സൈബർ ബുള്ളി ചെയ്താൽ ഉടനെ ഒന്ന് ഇടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പേളി മാണിയുടെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അതൊക്കെ പറയാം. പക്ഷേ അവർ ഒരു ഫെയിൽഡ് ആണ് എന്ന രീതിയിൽ സിബി മലയിലിനെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ ബോത്ത് ആരെയായിരുന്നാലും അങ്ങനെ കളിയാക്കിയത് ഒരു മോട്ടിവേഷൻ സ്പീക്കറായ അവർക്ക് ശോഭ കൊടുക്കുന്ന സാധനമല്ല. ഇതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും ആരും കുത്തിക്കയറ്റണ്ട. CJP സമരത്തിൽ പൊളിറ്റിക്സ് കുത്തിക്കയറ്റുന്നത് നിങ്ങളെപ്പോലുള്ള മന്ദബുദ്ധികളാണ്. ഞാൻ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം, അതിനകത്ത് പൊളിറ്റിക്സ് കയറ്റരുത് എന്നുള്ളതാണ്. വേണമെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് സോർ സെ ബോലോ ആസാദി ലേക്കെ രഹേംഗെ ആസാദി
എന്നൊക്കെ പറഞ്ഞ് കുറേ വേണമെങ്കിൽ പട്ടിച്ചോയൊക്കെ നമുക്കും കാണിക്കാം. ബട്ട് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. അത് CJPയുടെ പ്രവർത്തകൻ തന്നെ പറഞ്ഞിട്ടില്ലേ, മുതിർന്നവരൊന്നും റെസ്പെക്ട് ചെയ്യാത്തൊരു കാര്യമല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഞങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, CJP നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് പറയാം ഇവിടെ മുതിർന്നവർ വേറെ ഉണ്ടെന്നാണ് നമുക്ക് മറിച്ച അഭിപ്രായം. കോക്രോച്ച് ജനതാ പാർട്ടിയാണോ എവറിത്തിങ് എന്ന് ചോദിച്ചാൽ അല്ല. അവർ പുതിയതായ ഒരു പാർട്ടി ആയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാൻ നമ്മുടെ കയ്യിലില്ല. ബട്ട് ഇൻ ഫ്യൂച്ചറിൽ 100% നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടിയാണെന്ന് ഈ ഒരു നേതാവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വ്യക്തമാണ്. കാരണം ഇവർ കൂടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രായചിത മനുഷ്യനാണ്. പ്രായം ചെന്നവരൊക്കെ നീങ്ങുന്നില്ലെന്ന് അവൻ പറയുമ്പോൾ തന്നെ ആ പ്രായം ചെന്ന മനുഷ്യൻ നീങ്ങി നിൽക്കണോ? അപ്പം അതിന് നിനക്കൊക്കെ അങ്ങേരെ പ്രായമുള്ളവനെ കൊള്ളാമായിരുന്നു. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാം, അല്ല പ്രായത്തിനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല, പക്ഷേ ഇവരിത് പൊളിറ്റിക്കലി എന്തോന്നോ ഒന്നാക്കും. ദാണ്ട ഒരെണ്ണം കണ്ടം ചാടുന്നുണ്ട, എടുത്ത് ചാടയാണ്, എന്തിനാണോ എന്തോ അതൊക്കെ വലിച്ചു കുറച്ച് ദൂരെ കളഞ്ഞ് ചാടുന്നു. എടീ പെണ്ണെ വല്ലയിടത്തുമൊക്കെ ഇത് പൊത്ത് കയറുമല്ലോ. അല്ലേ റോബിൻ, നീ പാർട്ടി മാറി ഒരു പ്രശ്നമില്ല. ചില ചോദ്യങ്ങൾ നീ ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഞാനും അങ്ങോട്ട് ചോദിക്കും. റോബിൻ്റെ കൂടെ ഒരു ചോദ്യമാണ്. ഞാൻ റോബിൻ്റെ കൂടെ നല്ല രീതിയിലാണ് ഇടപഴകിയിട്ടുള്ളത്, നല്ല രീതിയിൽ ആണ് സംസാരിച്ചിട്ടുള്ളത്. റോബിൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഇത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞാനൊരു മുസ്ലിമാണ്, നിങ്ങൾക്ക് BJPക്കാർക്ക് മുസ്ലിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയാമോ? എന്താണ് മുസ്ലിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തെ ഒരു പൗര സമൂഹമാണ് അവർ. അവരോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഗുജറാത്തിൽ നടന്ന കലാപത്തിനെ പറ്റി എന്താണ് മിസ്റ്റർ റോബിന് പറയാനുള്ളത്? ഇത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റോബിനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ റോബിൻ ചെയ്ത വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഒരു സംഗതി, അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇറങ്ങി നിൽക്കുന്നത്. ആക്ച്വലി മെഡിക്കൽ സ്റ്റുഡൻസ് മാത്രമൊന്നുമല്ല അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവന്മാരൊക്കെ ഒന്നിനു മുമ്പേ കയറി കെട്ടിത്തൂങ്ങും, അതാണ് പരിപാടി. അതാണല്ലോ ഇത്രയധികം മരണങ്ങൾ വന്നത്. ഇത് പോയതിൻ്റെ അപ്പനെന്നുള്ള ചിന്താധാരയില്ലാത്ത മന്ദബുദ്ധികളല്ലേ കയറി തൂങ്ങാൻ നിൽക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പം നമുക്കിത് പഠിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു തീവ്രമായ ആഗ്രഹം തന്നു. ഇതിനകത്ത് പറ്റിയില്ലെങ്കിൽ റെസ്റ്റ് വേറെ നോക്കാമല്ലോ. പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അടുത്ത പോർഷൻ നോക്കാമല്ലോ. ഡോക്ടറായേ അടങ്ങൂ എന്ന് വിചാരിക്കുന്നത് ഒരു കഷ്ടമല്ലേ? ആൻഡ് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പേരൻസാണ് നമുക്കൊപ്പം ഉണ്ടെങ്കിൽ വി ക്യാൻ ചൂസ് അനദർ കോഴ്സിനാ. ലൈഫ് പെട്ടെന്ന് എൻ്റെ ആക്കണമെന്ന് വിചാരിക്കുന്ന, മറ്റുള്ളവരെ പറ്റി യാതൊരു കൺസേണും ഇല്ലാതെ ജീവൻ ഒടുക്കുന്ന ഒരു കുട്ടിക്കൊപ്പവും ഞാനില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊപ്പം പോലും ഞാനില്ല. കാരണം നമുക്ക് ആൾട്ടർനേറ്റീവ് റൂൾസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനകത്തായിരിക്കും ശോഭിക്കുക. ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അയാൾ ഡോക്ടറാണോ? അല്ല. ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു പെർഫെക്ഷൻ ആകുമെന്നാണോ? MBBS BDS അതിൻ്റെ മേളിൽ ഇതൊക്കെ പഠിച്ച് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടറാണെന്നുള്ളത് പിന്നെ മാരേജ് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അതിനപ്പുറം എന്താ? എനിക്ക് തോന്നുന്നില്ല. നല്ല കൈപുണ്യമുള്ള, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണത്. സർവീസ് മെൻറ്റാലിറ്റി അത്രയും വേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണത്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേര് നല്ല കഴിവുള്ളവരുണ്ട്, കൈപുണ്യമുള്ളവരുണ്ട്. പക്ഷെ അവരൊന്നും റീച്ച് ഔട്ടും ആകുന്നില്ല. ഇതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിൻ്റെ അവസാന ആശ്രയമാണ് നമ്മളെന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ, പേരൻസിനോടുള്ള ഒരു മമതയെങ്കിലും വെച്ചിട്ട് ജീവൻ ഒടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ 3 years പഠിച്ചു, ആ സമയത്ത് ഇതുപോലെ വന്നു, നിരാശാബോധം കൊണ്ടുവന്നത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എനിക്ക് ഇനിയും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അവരെ ഇകഴ്ത്തി ഒരു ഇത് പറയുന്നതല്ല, ബട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇനി ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് കാണാം. കേരളത്തിലെ ഓൾമോസ്റ്റ് 10,000 സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെയും ഡ്രീംസിനുള്ള ഉത്തരം തേടി ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് തജിക്കിസ്ഥാനിലെ അവസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഒരു ബെസ്റ്റ് ഡോക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് റൂം അല്ല, യൂണിവേഴ്സിറ്റിയുടെ മതിലുകളല്ല, ഒരു കംപ്ലീറ്റ് മെഡിക്കൽ എക്കോസിസ്റ്റമാണ്. സോ ഇന്ന് ഞാൻ നിൽക്കുന്നത് അത്തരം ഒരു മെഡിക്കൽ വേൾഡിന്റെ ഹൃദയഭാഗത്താണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഹാർബേഴ്സ് അബ്രോഡ് സ്റ്റഡീസിന്റെ ബ്രാൻഡ് അംബാസിഡർ. 87 വർഷത്തെ പാരമ്പര്യം, 1939 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി. നമ്മൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സമൂഹത്തിനോട് പറയേണ്ടത് ഗവൺമെൻറ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. റോബിൻ സർക്കാരിനെ ന്യായീകരിക്കുമ്പോൾ റോബിൻ ഏതോ ഒരു സ്ഥലത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. അതിൻ്റെ പൈസ വാങ്ങി ഞണ്ണിയിട്ട്, അതിൻ്റെ പ്രൊമോഷൻ ചെയ്ത്, അതിൻ്റെ പൈസ വാങ്ങി ഞണ്ണി അങ്ങനെ നടക്കുന്ന ഒരുത്തനിക്ക് എന്ത് അധികാരമാണ് ഇവിടെ CJP പ്രവർത്തകർ നടത്തിയ ഈ പ്രതിഷേധത്തിനെ പറ്റി അഭിപ്രായം പോലും പറയാൻ?
ഇത്രയും വളച്ചൊടിക്കേണ്ടായിരുന്നല്ലോ, ഡയറക്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞതാണ്. അവൻ്റെ ടൈം ലൈനിൽ തന്നെ അവൻ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഇവിടെയെങ്കിലും അല്ല, അങ്ങ് ദൂരെ അവിടെ ഉള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷൻ കൊടുക്കുകയാണ് പുള്ളി. ആ കുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പൈസ കൊടുത്ത് അത്രയും ദൂരം പോയി അവിടെ പോയി പഠിച്ചിട്ട് വാ എന്ന്. നീ അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് എന്തുണ്ടാക്കി? നിൻ്റെ വീട്ടിൽ കാശുണ്ടായിരുന്നു, അതുകൊണ്ട് നീ അവിടെയൊക്കെ പോയി പഠിച്ച്. ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ പോയി പഠിക്കണോ? നീറ്റ് എഴുതണ്ടേ? ഇവിടുത്തെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് എക്സാമിനേഷൻ എടുക്കണ്ടേ? ഇവിടെ പഠിക്കണ്ടേ? ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ പിള്ളേരെല്ലാവരും കൂടെ അങ്ങോട്ട് കിട്ടിപ്പോകണമെന്നാണ് നീ പറയണേ? കാശ് നിൻ്റെ അച്ഛൻ കൊടുക്കൂ? എന്താടാ ചെറുക്കാ ഇത്? ഇവന് പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഇനി കൂടുതൽ പറയും. മൊത്തം നുണയുടെ ഒരു അവതാരമാണ് ഇവൻ. ഇനിയിപ്പോൾ മറ്റൊന്നും പറഞ്ഞിട്ട് വരല്ലേ. മൊത്തത്തിൽ നുണ പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് ഈ പറയുന്ന BJP രാഷ്ട്രീയം. ഇതാണ് ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് യാതൊരു കാഴ്ചപ്പാടില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് കാഴ്ചപ്പാടില്ല, യാതൊരു രീതിയിലെ വെളിവും വെള്ളിയാഴ്ചയുമില്ല, ഡുവൽ പേഴ്സണാലിറ്റി, ഡുവൽ ഫാദർ സിൻഡ്രോം, ഇതൊക്കെ ഉള്ളത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുന്നത്. ഇത്രയും കുട്ടികൾ ബാധിച്ച ഒരു വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഒരു ഇതും കാണിക്കാതെ എല്ലാവരും ഐക്യകണ്ഠേന നിന്നത് അതിനെതിരെയാണ്. അത് ഞാൻ വിട്ടു നിന്നത്, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ പോകാതിരുന്നത്, അതിനകത്തേക്ക് ഒരു രാഷ്ട്രീയ ചായ്വ് കൊണ്ടുപോകുന്നത് കണ്ടതുകൊണ്ടാണ്. അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അവിടെ പോയി പട്ടിഷോ കാണിച്ചപ്പോഴത്തേക്കാണ് ഞാൻ അതിൽ നിന്ന് സ്കിപ്പായത്. അതിൻ്റെ റീസൺ, മറ്റേ പുള്ളി ചെയ്തത് ഒരു കറക്റ്റാണ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും കറക്റ്റാണ്. ഞാൻ ഇന്നലെ 10 വിഷയം വായിച്ചല്ലോ, ഈ 10 കറക്റ്റാണ്. അത് വരേണ്ട കാര്യമാണ്, ഇംപ്ലിമെൻ്റ് ആക്കേണ്ട സംഗതികളാണ്. അതുമാത്രമല്ല, രാഹുലും പ്രിയങ്കയൊക്കെ സംസാരിക്കേണ്ട കാലം കഴിഞ്ഞിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഇവിടെ കേന്ദ്രത്തിൽ നിന്നാണ് ഈ 5 വർഷത്തെ ഒരിക്കൽ ഇതിൻ്റെ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പാഠ്യപദ്ധതിയിൽ നിന്ന് എടുത്ത് കളയണമെന്ന് പറഞ്ഞു, നാരായണ ഗുരുവിനെ എടുത്ത് കളയണമെന്ന് പറഞ്ഞിരുന്നു. അവരല്ലേ ഡിസൈഡ് ചെയ്യുക എന്തൊക്കെയാണ് ഐച്ഛിക വിഷയങ്ങൾ അതിനകത്ത് ഉൾപ്പെടണമെന്നുള്ളത്. അതിൽ നിന്ന് ചരിത്ര പശ്ചാത്തലം പഠിക്കുന്നവർക്ക് ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ പഠിക്കണ്ട, നാരായണ ഗുരുവിനെ നിങ്ങൾ പഠിക്കണ്ട എന്നൊക്കെ നിർബന്ധിച്ചത് ഇവരാണ്. ആ സമയത്ത് എവിടെ അണ്ണാക്കി പിരിവെട്ടിയിരുന്നു അനിയനും ചേച്ചിയും അനിയനും കൂടെ. പിന്നെ വന്ന് തള്ളിക്കൊണ്ടുവന്ന് ഈ വർത്തമാനം പറയണത് ശരിയാണോ? അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പില്ല. കോൺഗ്രസിനെ വിയോജിച്ചു എന്നും അല്ല അതിൻ്റെ അർത്ഥം. സോ ആകെ മൊത്തത്തിൽ റോബിൻ്റെ സപ്പോർട്ട് പേളി മാണിക്ക് കൂടുതൽ ദോഷമേ വരുത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടാണ് പേളിയുടേതെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ അവർ ലീഡ് ചെയ്യണത്. അവളിപ്പോൾ ഒരു ഹിന്ദുവായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി അവർ വന്നിരിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ആ ഒരു പാരമ്പര്യം, ക്രൈസ്തവ പാരമ്പര്യം പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഭരിക്കുന്ന പാർട്ടി ആരാണോ അവരാണ് നമ്മുടെ അപ്പനെന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി അവർക്കുണ്ട്. അത് പണ്ടേക്ക് എങ്ങനെയാണ്. ഈ നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബിഷപ്പ് ഒഴിച്ച് ബാക്കി സർവത്ര ബിഷപ്പന്മാരും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരെ ഇത് നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ ഒരു വർഗീയതയല്ല, ഒരു വർഗ്ഗവ്യത്യാസമൊന്നും പറയണ്ട. ഈ ഒരു ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് അട്രാക്ഷൻ ആയി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് ശ്രീനിയുടെ കുടുംബക്കാരൊക്കെ സംഘി മനോഭാവമുള്ളവരായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊന്നുമല്ല, ഇച്ചിരി ചിക്കിലി കിട്ടി, പുള്ളിക്കാരത്തി വായി വിട്ടു, കൈ വിട്ടു, മൊത്തത്തിൽ പോയി. 2 ലക്ഷം പേരാണ് ഇറങ്ങിപ്പോയെന്നാണ് അറിയുന്നത്. 2 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഇറങ്ങിപ്പോയി എന്നാണ് അറിവ്. അപ്പം അത് ഒരു വലിയ നഷ്ടമാണ്. കാരണം ഈ ഒരു ഫീൽഡ് വെച്ചാണ് അവർ ആഹാരം കഴിക്കുന്നത്. അങ്ങനെയുള്ള അവർക്ക് ഇതിൽ നിന്ന് കുറച്ച് പേര് പോകുന്നത് തീർച്ചയായിട്ടും ഒരു വൻ നഷ്ടം തന്നെയാണ്. അത് തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തവർ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കും. ഏതായാലും പേളിക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു പതനമാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, പേപ്പട്ടികൾക്ക് വേണ്ടി വായടിച്ചു കൊണ്ടുവരുന്ന ഒരു പേപ്പട്ടിക്ക് ഇപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടിയതുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. BJPക്ക് അഗൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പട്ടിക്കും അക്സെപ്റ്റൻസ് കിട്ടും. BJPക്കാർക്ക് പേപ്പട്ടികളായാലും BJP എതിർക്കുന്നവർക്ക് പേപ്പട്ടികളായാലും പ്രശ്നമില്ല, അവരെ ചേർത്ത് പിടിക്കണമെന്നൊരു തോന്നലുണ്ടാവും. അതാണ് ഇവിടെ രഞ്ജിനിയുടെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രഞ്ജിനിയെ വെച്ചിട്ട് അന്ന് അയ്യം രഞ്ജിനി അയ്യം ഇതെന്നൊക്കെ പറയണത് ഒരു ചെറ്റ പെണ്ണുമ്പിള്ളയാണെന്ന് എനിക്കെതിരെ അവരിട്ട വീഡിയോയ്ക്കകത്ത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു വെറും ചെറ്റ സ്ത്രീയാണ്. കൊല്ലുന്നത് ലീഗലൈസ് ആണെങ്കിൽ അവൾ എന്നെ കൊല്ലുമായിരുന്നു. എത്ര വലിയ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. പട്ടികളെ കൊല്ലാൻ അവൾ എതിർത്ത് നിൽക്കുക, മനുഷ്യനെ കൊല്ലാൻ അവൾക്ക് ലീഗലൈസ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവൾ എന്നെ കൊല്ലുമായിരുന്നു. ഒരു രീതിയിലും ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു വൃത്തികെട്ട സത്വത്തിനെ BJPക്ക് അഗൻസ്റ്റ് പറഞ്ഞു എന്ന രീതിയിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നത് വല്ലാത്ത തരം ചൊറച്ചിൽ മുറിച്ചിൽ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് കാഴ്ചപ്പെടുത്തണമെന്ന് തോന്നി. ആ കാഴ്ചപ്പെടുത്തലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.